ഗോമൂത്രത്തിൻ്റെ വിശേഷ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? ആദ്യം അത് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന ചില ബാക്ടീരിയകൾ, ചില ഫംഗസുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട രോഗങ്ങൾ, അതോടൊപ്പം നമ്മുടെ ദഹനക്കേടിനും ഏറ്റവും അത്യുത്തമമായ ഒരു മരുന്നാണ് ഗോമൂത്രം. ഏകദേശം അമേരിക്കയിലുള്ള പല ഗവേഷകരുടെയും 5 പ്രബന്ധങ്ങൾ, ഇത് തിലകൻ്റെ ഡയലോഗല്ല, ഏറ്റവും പ്രധാനപ്പെട്ട 5 പ്രബന്ധങ്ങളിൽ ഈ ഗോമൂത്രത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആരും കയറി പൊങ്കാലയിടാനൊന്നും വരണ്ട. നിങ്ങൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഈ ഗോമൂത്രത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. നമസ്കാരം. വി കാമകോടി, ഇത് സ്ഥലപ്പേരല്ല, ഒരാളുടെ പേരാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വളരെ വലുതാണ്. കാരണം മദ്രാസ് IITയിലെ ഒരു ഡയറക്ടർ ആണ് ഇദ്ദേഹം, അതായത് ഈ കാമകോടി. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പേര് പറഞ്ഞത് എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ആരുടെയെങ്കിലും മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നാൽ അതിനുള്ള ഉത്തരം തൽക്കാലം പറയാം. അദ്ദേഹമാണ് ഗോമൂത്ര ഡയറക്ടർ എന്ന് വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. IITയുടെ അല്ല, ഗോമൂത്ര വിദഗ്ധനാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ഗോമൂത്രത്തിൻ്റെ വിശേഷ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? ആദ്യം അത് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന ചില ബാക്ടീരിയകൾ, ചില ഫംഗസുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട രോഗങ്ങൾ, അതോടൊപ്പം നമ്മുടെ ദഹനക്കേടിനും ഏറ്റവും അത്യുത്തമമായ ഒരു മരുന്നാണ് ഗോമൂത്രം, അല്ലേ? ഈ ഗോമൂത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളുണ്ടാവില്ല. പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ഗോമൂത്രം കുടിക്കുക, പനി അപ്പാടെ ഇറങ്ങി നമ്മൾ വളരെ ഫ്രഷായി, പനിയോ തലവേദനയോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. പൂർണ്ണ ആരോഗ്യവാന്മാരായി ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഗോമൂത്രം പതിവായി സേവിക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊന്ന്, നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഗോമൂത്രം ഉപയോഗിച്ചവരാണ് ഇന്ന് കോവിഡിനെയൊക്കെ മറികടന്ന് നിൽക്കുന്നത്. ശരീരമാസകലം ഗോ കൊറോണ ഗോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചാണകം തേച്ച്, ശരീരം മുഴുവൻ ചാണകം തേച്ച് പിടിപ്പിച്ച് ധ്യാനത്തിലിരുന്നവരൊക്കെ ഇന്ന് പൂർണ്ണ ആരോഗ്യവാന്മാരായി യാതൊരു രോഗങ്ങളുമില്ലാതെ ജീവിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ മദ്രാസ് IITയിലെ ഡയറക്ടറായ കാമകോടിക്കും അത്തരത്തിലുള്ള ഒരു അനുഭവമുണ്ട്. അദ്ദേഹം പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ഇതിന് ഏകദേശം അമേരിക്കയിലുള്ള പല ഗവേഷകരുടെയും 5 പ്രബന്ധങ്ങൾ, ഇത് തിലകൻ്റെ ഡയലോഗല്ല, ഏറ്റവും പ്രധാനപ്പെട്ട 5 പ്രബന്ധങ്ങളിൽ ഈ ഗോമൂത്രത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആരും കയറി പൊങ്കാലയിടാനൊന്നും വരണ്ട. നിങ്ങൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഈ ഗോമൂത്രത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. ആരും കയറി ഇങ്ങോട്ട് പൊങ്കാലയിടണ്ട. തെളിവ് സഹിതം വേണമെങ്കിൽ വന്ന് തർക്കിക്കാൻ വരെ തയ്യാറാണ് ഈ വിശാരദനായ, വിവരം ഒരുപാടുള്ള ഒരു IIT ഡയറക്ടർ. നമ്മൾ ഇവിടെ മറ്റ് രാജ്യങ്ങളൊക്കെ സത്യത്തിൽ ആകാശത്ത് വീട് കിട്ടുന്നതിനെക്കുറിച്ചും അവിടെ കൊണ്ടുപോയി അവിടെ ചായക്കട ഇടുന്നതിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോഴും ഗോമൂത്രത്തിൽ നിന്ന് നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് പരിതാപകരം തന്നെ അല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. അതും മദ്രാസ് IIT പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ നിരവധി ശാസ്ത്രജ്ഞന്മാരെ അടക്കം, എഞ്ചിനീയർമാരെ അടക്കം, ടെക്നോളജിസ്റ്റുകളെ, ടെക്നോക്രാറ്റുകളെ നമുക്ക് സമ്മാനിക്കേണ്ടിയിരിക്കുന്ന ഒരു സ്ഥാപനത്തിലെ അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഒരാൾക്ക് ഗോമൂത്രത്തോട് ഭയങ്കര പഥ്യം കിട്ടിയാൽ വിടില്ല അത്രേ. എത്ര കിട്ടിയാലും വാങ്ങിയും കുടിക്കും. കാര്യം എന്താ? ദഹനക്കേടിൻ്റെ ബെസ്റ്റാണ് അത്രേ ഗോമൂത്രം. നമ്മൾ കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഗുണത്തെക്കുറിച്ച് നമുക്കറിയില്ല. അദ്ദേഹത്തിന് എങ്ങനെ ഈ ഗോമൂത്രത്തിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് അച്ഛനൊരു പനി ഉണ്ടായി. നമുക്കറിയാം, പനി ഉണ്ടായാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെൻ്ററിൽ പോകുന്നു, അവിടെ ചെല്ലുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. ഡോക്ടർ നമുക്കൊരു ഇഞ്ചക്ഷനോ രണ്ടോ ദിവസം കഴിക്കാനുള്ള ഗുളികകളും നൽകി കഴിയുമ്പോൾ നമ്മളുടെ ഈ രോഗം സാധാരണഗതിയിൽ 1-2 ദിവസം എടുത്തല്ലേ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ആ പനി വിട്ടുമാറും. ഇതാണ് ആസ് യൂഷ്വലി നമ്മൾ സാധാരണമുള്ള വിവരമില്ലാത്ത സാധാരണക്കാർ ചെയ്യുന്ന അങ്ങനെയാണ്. എന്നാൽ ഈ IITയിലെ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. കാര്യം അദ്ദേഹത്തിന് കുറച്ചുകൂടെ വിവരമുണ്ട്. നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് IQ ലെവൽ ഉയർന്ന ടെക്നോക്രാറ്റുകളിൽ ഒരാളായിരിക്കുമല്ലോ എപ്പോഴും. അപ്പോൾ അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ചാൽ, അവിടെ സന്യാസി എടുക്കെ പോയി സംസാരിച്ചു. സന്യാസി വരിക, എൻ്റെ പിതാശ്രീക്ക് ഇങ്ങനെ രോഗബാധിതനാണ്, പനി പിടിച്ചിരിക്കുന്നു, എന്താ ഇപ്പം ചെയ്യുക എന്ന് ചോദിച്ചു. ഒട്ടും ശങ്കിക്കേണ്ട, തൊട്ടടുത്ത തയ്യാറാക്കി വെച്ചിരുന്ന ഗോമൂത്രം എടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, സേവിക്കുക, ഇതങ്ങോട്ട് സേവിച്ചാൽ പനി എവിടെ പോയി എന്ന് ചോദിക്കേണ്ടി വരുന്നു. അങ്ങനെ ആ പാവപ്പെട്ട അപ്പനെ കൊണ്ട് ഗോമൂത്രം കുടിപ്പിച്ചു.
ഗോമൂത്രം കുടിപ്പിച്ചപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഓ വണ്ടർ അല്ലേ, അദ്ദേഹത്തിൻ്റെ പനി വളരെ വേഗം സുഖപ്പെട്ടു. അതിൽ നിന്നാണ് മനസ്സിലായത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ബാക്ടീരിയകളെയും ഫംഗസുകളെയും ഒക്കെ ചെറുക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഈ ഗോമൂത്രം. ഗോമൂത്രത്തെ ഒരു മരുന്നായി അംഗീകരിക്കണം, അതിനുള്ള പേറ്റന്റ് എല്ലാ പശുക്കൾക്കും വിട്ടുകൊടുക്കണം എന്ന് വരെ കാമകോടി പറയുമോ എന്നെല്ലാവരും ഭയന്നു. ഇതാണ് നമ്മുടെ ടെക്നോക്രാറ്റുകളുടെയൊക്കെ ഒരു അവസ്ഥയെ. എന്തിനാണിത് പറഞ്ഞതെന്നറിയില്ല. പക്ഷേ മറ്റൊരു പഠനത്തിൽ നിന്ന് മനസ്സിലായത് ഏകദേശം നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഏകദേശം ദോഷകരമായ 14ലധികം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് ഗോമൂത്രത്തിൽ എന്നാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇങ്ങനെയൊരു പരിപാടി നടത്തിയത്, റിസർച്ച് നടത്തിയത്. അതായത് എരുമകളുടെയും പശുക്കളുടെയും മൂത്രത്തിൻ്റെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് കണ്ടത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായ 14 ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഗോമൂത്രത്തിന്. ഈ പഠനത്തെയാണോ അംഗീകരിക്കേണ്ടത്? ഏതോ ഒരു സന്യാസി ശ്രേഷ്ഠൻ അവിടെ ഇരുന്നുകൊണ്ട് ഗോമൂത്രം കുടിക്കണമെന്ന് പറഞ്ഞതിനെയാണോ? അല്ല, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇതിൻ്റെയൊക്കെ തലപ്പൊന്ന് എടുത്ത് പുറത്താക്കണം. ഇനി നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്ന പോലെ വല്ലതും ആണോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ IITയുടെ തലപ്പത്തേക്ക് കയറി ഇരിക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന മണ്ടനാണോ ഈ പറയുന്ന കാമകോടി എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഇദ്ദേഹത്തിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ദിവസവും രാവിലെ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഗോമൂത്രം വിളമ്പുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അവിടെ എല്ലാ ദിവസവും ചന്ദനക്കുറിക്ക് പകരം നെറ്റിയിൽ ഗോമൂത്രം അണിഞ്ഞുകൊണ്ടേ ഈ ചാണകം അണിഞ്ഞുകൊണ്ടേ വരാവൂ എന്നുള്ള ഒരു പരിഷ്കാരം അദ്ദേഹം അവിടെ നടത്തിയേക്കും. ആ കാലമൊന്നും അതിവിദൂരമല്ല. കുട്ടികളെ പഠിപ്പിക്കുന്ന, കുട്ടികൾക്ക് സദ്ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന, കുട്ടികളെ നല്ല രീതിക്ക് നല്ല ടെക്നോക്രാറ്റുകളാക്കി വാർത്തെടുക്കേണ്ട ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ശ്രമങ്ങളാണിതെല്ലാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്ടർ നടത്തുന്ന പ്രസ്താവനകളാണ്. അതിന് ഉപോത്ബലകമായി പറയുന്നത് 5 പ്രബന്ധങ്ങളുണ്ട് ശാസ്ത്രീയമായി ഇതിൻ്റെ പ്രശസ്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുന്നത്. വേണമെങ്കിൽ ഞാനൊരു ശാസ്ത്രീയമായ തർക്കത്തിന് വരെ തയ്യാറാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഓരോ ടെക്നോക്രാറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ആദരിക്കപ്പെടേണ്ട വിവരമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറേയധികം ആൾക്കാരെ ഇങ്ങനെ വിവരക്കേട് ചിന്തിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ അവരോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്. ഇന്ത്യൻ സംസ്കാരത്തോട് തന്നെ, അല്ലെങ്കിൽ ആ ഈ പശുക്കളെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്, എല്ലാ മൃഗങ്ങളെയും നമ്മൾ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി കാണണം എന്നുള്ളതാണ്. അതിന് അർഹിക്കുന്ന പരിഗണന എല്ലാ മൃഗങ്ങളിലും കൊടുക്കണം. അത് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യം നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. ആ പ്രാധാന്യത്തോടു കൂടി തന്നെ അതിനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് പേ പിടിച്ച നായ വന്ന് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ പാടെ ഭ്രാന്തിലാകിയ കാള വന്ന് കുത്തിക്കൊന്നാൽ അയ്യോ എന്നെ അച്ഛൻ കുത്തി എന്നാരും ഈ നാട്ടിലുള്ളവർ പറയാറില്ല. അതിനെ ഉപദ്രവിക്കുന്ന സാധനത്തിനെ നമ്മൾ ഒഴിവാക്കി വിടുക തന്നെ ചെയ്യും. ഇതാണ് നമ്മളുടെ ഒരു രീതി. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് പനി മാറുന്നതിന് മരുന്നാണ് വേണ്ടത് എന്ന് ശാസ്ത്രലോകം എന്നീ തെളിയിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചരകനും ശുശ്രുതനും ഒക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച അഷ്ടാംഗഹൃദയം പോലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ ആൾക്കാരാണ്. അതിനകത്ത് ചാണകം ദേഹത്ത് തേച്ചാൽ നമ്മുടെ അസുഖം മാറുമെന്നോ ഗോമൂത്രം കുടിച്ചാൽ നമ്മുടെ രോഗങ്ങൾ പമ്പ കിടക്കുമോ എന്നൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടിയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും അതായത് ഈ ചാണകത്തെയും ഗോമൂത്രത്തെയും ഒക്കെ ജീവന തുല്യം സ്നേഹിക്കുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കുക. പിന്നെ അഷ്ടാംഗഹൃദയം കഴിയുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഒരു ചിട്ടി തുടങ്ങണമായിരുന്നു. എനിക്കൊരു ബൈക്ക് വേണം. അതിവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? സച്ചു പറഞ്ഞല്ലേ ഇവിടെ ചിട്ടി തുടങ്ങിയ ബൈക്ക് കിട്ടുമെന്ന്. അതിനു മുൻ ലൈസൻസ് ഒക്കെ ഉണ്ടോ? എനിക്കല്ല, അച്ഛനാ. ഇപ്പൊ എന്റെ അടുത്ത് ഇത്രയുണ്ട്. അച്ഛന് ബൈക്ക് വാങ്ങാൻ വന്നതാ മോൻ. ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം. ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ്.